ഇൻഫൈനൈറ്റ് സീരീസിൽ ആദ്യം മുതൽ മൊത്തം പറയണോ അതോ ഏതെങ്കിലും പ്രത്യേക സെഷൻ മാത്രം പറഞ്ഞാൽ മതിയോ? ടൈലർ ലാസ്റ്റ് പോർഷൻ ഇല്ലേ, പവർ സീരീസ് ടൈലർ അതൊക്കെ ആ ഭാഗമാണ് മെയിൻ ആയിട്ട് വേണ്ടത്. ഇത് ഈ തുടക്ക ഭാഗത്തുള്ള, അതായത് ജോമെട്രിക് സീരീസ് ടെസ്റ്റ്, ജോമെട്രിക് സീരീസ് ഉപയോഗിച്ചിട്ടുള്ള ടെസ്റ്റ്, കമ്പാരിസൺ ടെസ്റ്റ്, ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് അല്ലെങ്കിൽ റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ്, പിന്നെ ഏതാണ് ഇന്റഗ്രൽ ടെസ്റ്റ്, റൂട്ട് ടെസ്റ്റ്, റേഷ്യോ ടെസ്റ്റ്, ആ സാധനങ്ങളൊക്കെയോ? മീൻസ് ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ജോമെട്രിക് സീരീസ് ടെസ്റ്റ്, ith ടൈം ടെസ്റ്റ്, കമ്പാരിസൺ ടെസ്റ്റ്, റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ്, ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ്, അബ്സല്യൂട്ട് ആൻഡ് കണ്ടീഷണൽ കൺവെർജൻസ്, ഇന്റഗ്രൽ ടെസ്റ്റ്, പി സീരീസ് ടെസ്റ്റ്, റേഷ്യോ ടെസ്റ്റ്, റൂട്ട് ടെസ്റ്റ്, ഇതൊക്കെ അറിയാവുന്ന ഞാൻ ചോദിച്ചേ. അവിടെ മുതൽ പറയണോ അതോ നമ്മൾ എന്താ പറയാ പവർ സീരീസിലേക്ക് നേരെ പോയാൽ മതിയോ? ആദ്യം തൊട്ടെല്ലാം ഏകദേശം ഓരോ ഇതിന്റെ ഓരോ എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞു വേഗം ഒന്ന് പറഞ്ഞു പോവാം അല്ലേ? ഓക്കെ. അപ്പോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ചാപ്റ്റർ തുടക്കത്തില് പറയുകയാണെങ്കിൽ നമുക്ക് ഡെഫിനേഷൻ അറിയാം. നമ്പേഴ്സിന്റെ സമ്മ് ഫോമിൽ വരുന്നതാണ് ഇൻഫൈനൈറ്റ് സീരീസ്. അപ്പൊ അതിന്റെ പാർഷ്യൽ സം എന്നുള്ള കൺസെപ്റ്റ് അറിയാമല്ലോ. പാർഷ്യൽ സം ഓഫ് സീരീസ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കണേ? nth പാർഷ്യൽ സം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് n ടേംസിന്റെ സമ്മ് മാത്രം എടുക്കുന്നു. അപ്പൊ പാർഷ്യൽ സമ്മുകൾ കൺസിഡർ ചെയ്തിട്ട് പാർഷ്യൽ സമ്മുകളുടെ സീക്വൻസ് കൺവേർജ് ചെയ്യുകയാണെങ്കിലാണ് നമ്മളൊരു പവർ സീരീസ് ഇൻഫൈനൈറ്റ് സീരീസ് കൺവേർജ് ചെയ്യുന്നു എന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ആണ് ഡെഫിനിഷൻ പറയുന്നത്. ഞാൻ അതിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനായിട്ട് ഓരോ എക്സാമ്പിൾ വീതം ടെക്സ്റ്റിലെ എക്സാമ്പിൾസ് ഓരോന്നായിട്ടൊന്ന് പറഞ്ഞു പോകാം. ഓക്കെ, ഒരു പവർ സീരീസ് ഇപ്പൊ പവർ സീരീസ് അല്ല, ഒരു ഇൻഫൈനൈറ്റ് സീരീസ് തന്നേക്കാണ്. വൺ പ്ലസ് 1/2 പ്ലസ് 1/3 പ്ലസ് 1/4 പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻഫൈനൈറ്റ് സീരീസ്. ഇതിന്റെ പാർഷ്യൽ സമ്മുകൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് 4 പാർഷ്യൽ സം എഴുതാനായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എങ്ങനെയായിരിക്കും? പാർഷ്യൽ സം ഓഫ് ഫസ്റ്റ് 4 പാർഷ്യൽ സംസ്, റൈറ്റ്? ഫസ്റ്റ് 4 പാർഷ്യൽ സംസ്. ഫസ്റ്റ് 4 പാർഷ്യൽ സമ്സ് എന്ന് പറയുമ്പോൾ S1 വരും, S2 വരും, S3 വരും, S4 വരും. S1 എന്ന് പറഞ്ഞാൽ നമ്മുടെ സീരീസിലെ ഒരു ടേമിന്റെ സം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ടേം മാത്രമാണ് വരിക. S2 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 ടേമുകളുടെ സം, 1 + 1/2, രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ 3/2 എന്ന് വരും. S3 ആണെങ്കിൽ ആദ്യത്തെ 3 ടേമുകളുടെ സം. ക്ലിയർ ആണോ? അപ്പൊ ഇങ്ങനെ ഏതെങ്കിലും ഒരു സീരീസ് തന്നിട്ട് അതിന്റെ പാർഷ്യൽ സമ്മുകൾ എഴുതാൻ പറഞ്ഞാൽ ഫസ്റ്റ് 4 പാർഷ്യൽ സം എന്നാണ് ഇപ്പൊ ഈ ക്വസ്റ്റിന്റെ അത് ചോദിച്ചിരുന്നത്. അല്ലെങ്കിൽ അതുപോലെ നിങ്ങളോട് nth പാർഷ്യൽ സമ്മ് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? nth പാർഷ്യൽ സം എന്നാണെങ്കിൽ എന്തായിരിക്കും? nth പാർഷ്യൽ സം എന്ന് പറയുമ്പോൾ Sn ആണ്. അത് വരുമ്പോൾ 1 + 1/2 + 1/3 പ്ലസ് n ടേംസിന്റെ സം എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ടൈം n ഇതായിരിക്കും വരിക. ഇത് സിംപ്ലിഫൈ ഒന്നും വേണ്ട, ജസ്റ്റ് ഇതിങ്ങനെ എഴുതുക. മീൻസ് ഇത് ഐഡിയ മനസ്സിലായല്ലോ? ഇതാണ് പാർഷ്യൽ സം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത പറഞ്ഞോട്ടെ. ഓക്കെ, ഇനി ഇവിടുന്ന് ഈ n ടെൻസ് ടു ഇൻഫിനിറ്റി, ഇപ്പൊ സീക്വൻസിന്റെ പ്രോബ്ലം ആയിട്ടാണ്. ഇപ്പൊ ടെക്സ്റ്റിന്റെ അത് ഓർഡറിൽ പറയുമ്പോൾ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 3 + n ഡിവൈഡഡ് ബൈ 2n + 1. ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യണേ ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട്? ഇതിപ്പോ സീക്വൻസ് ആയിട്ട് വന്നേക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എനിവേ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എങ്ങനെ ചെയ്യുക?
എന്നെ പുറത്തേക്ക് എടുത്തിട്ട് n ഔട്ട്സൈഡ് എടുത്ത് ഇൻഫിനിറ്റി ലിമിറ്റ് കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ അങ്ങനെയാണ് ചെയ്യണത്. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി, n ഔട്ട്സൈഡ് എടുത്തു. സോ n into 3/n plus 1 divided by n into 2 plus 1/n. ഈ n ഉം കൂടെ എന്നിട്ട് ക്യാൻസൽ ചെയ്യും. ഇനി n ടെൻസ് ടു ഇൻഫിനിറ്റി, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n 1/n² ഒക്കെ എന്താണ്? 0 ആണ്. അപ്പൊ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ അപ്പൊ എന്തായിരിക്കും? ഇവിടെ n ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ആദ്യത്തെ ന്യൂമറേറ്ററിൽ ആദ്യത്തെ ടൈം 3 into 1/n ആണ്. അപ്പൊ 3 into 0 എന്ന് വരും, പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 0 എന്ന് വരും. അപ്പൊ ആൻസർ എന്തായിരിക്കും? 1/2. അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇത് ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് 2 മാർക്കിന്റെ അകത്ത് ചോദിക്കാവുന്നതാണ്. അപ്പൊ അത് എല്ലാവർക്കും ചെയ്യാൻ അറിയാമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എന്താണ് ഒരു ജോമെട്രിക് സീരീസ് എന്നോണ്ട് ഉദ്ദേശിക്കണേ? An infinite series of the form a plus a r plus a r square plus etc. ഇങ്ങനെയുള്ള സീരീസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കണേ? ജോമെട്രിക് സീരീസ് എന്ന് വിളിക്കുന്നത്. ഈ ജോമെട്രിക് സീരീസിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇത് എപ്പോഴാ കൺവേർജ് ചെയ്യുന്നേ? This geometric series converges എപ്പോഴാ? If ഇതിന്റെ കോമൺ റേഷ്യോ ആയിട്ട് വരുന്ന, കോമൺ റേഷ്യോ ഇതിന്റെ r ആണ്, ആ കോമൺ റേഷ്യോയുടെ മോഡുലസ് വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ ഇത് കൺവേർജ് ചെയ്യും, അതർവൈസ് ഡൈവേർജസ്. അതർവൈസ് ഇങ്ങനെയല്ലേ പഠിച്ചേക്കുന്നേ? ജോമെട്രിക് സീരീസിന്റെ കൺവേർജൻസ് ആണ് ഞാൻ പറഞ്ഞത്. a plus ar plus ar square plus etc. ഈ ഫോമിൽ വരുന്ന ഒരു സീരീസ് ആണ് ജോമെട്രിക് സീരീസ് ആയിട്ട് വരുന്നത്. ആ ജോമെട്രിക് സീരീസ് കൺവേർജ് ചെയ്യുന്നത് അതിന്റെ കോമൺ റേഷ്യോ, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് കോമൺ റേഷ്യോ ഇസ് ലെസ് ദാൻ 1 വരുമ്പോഴാണ്. അല്ലാത്ത കേസസിൽ അത് ഡൈവേർജസ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 വരുന്ന കേസസിൽ ഡൈവേർജസ് ആയിരിക്കും. കൂടാതെ കൺവേർജ് ചെയ്യുന്ന കേസിൽ സം, ഈ സീരീസിന്റെ സം കൺവേർജ് ചെയ്താലേ സം വരുള്ളൂ. ഡൈവേർജ് ചെയ്യുന്ന കേസിൽ സം വരില്ല. സം ഇസ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ ആയിരിക്കും. കൺവേർജ് ചെയ്യുമ്പോൾ മാത്രമേ സം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ആ പറഞ്ഞ കാര്യം ക്ലിയർ ആണല്ലോ? ജോമെട്രിക് സീരീസിനെ കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യം സംശയം ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു എക്സാമ്പിൾ ഞാനിവിടെ പറയാണ്. 1 plus 1/3 plus 1/9 plus 1/27 plus etc. ഇതൊരു ജോമെട്രിക് സീരീസ് ആണ്. കാരണം ആ സീരീസിനെ നമ്മൾക്ക് ഈ ഒരു ഫോമിൽ എഴുതാനായിട്ട് സാധിക്കില്ല എന്ന് നോക്കുക. 1 plus 1/3 plus 1/3 സ്ക്വയർ പ്ലസ് 1/3 ക്യൂബ് പ്ലസ് എക്സെട്ര ഇങ്ങനെ എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഞാനിപ്പോ പറഞ്ഞിരിക്കുന്ന സീരീസ്, ഇറ്റ് ഈസ് എ ജോമെട്രിക് സീരീസ്. ദിസ് വൺ ഈസ് ഈക്വൽ ടു, നമുക്ക് ഇങ്ങനെ എഴുതാം, ഇംപ്ലൈസ് ഇറ്റ് ഈസ് എ geometric series with a equal to എത്രയാണ്? 1 ആണ്, r equal to 1/3 ആണ്. Here modulus of r equal to modulus of 1/3 എന്ന് പറയുന്നത് 1/3 തന്നെയാണ്. അത് ലെസ് ദാൻ 1 ആയതുകൊണ്ട് this series converges. Also, its sum equal to a divided by 1 minus r equal to 1/1 minus 1/3. Simplify ചെയ്യണം. 1 by
1 മൈനസ് 1/3 വരുന്നത് 2/3 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 3/2 എന്ന സമ്മും കിട്ടും. എന്തെങ്കിലും എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടോ? ക്ലിയർ ആണ് സർ. ജോമെട്രിക് സീരീസിനെ നമുക്ക് സിഗ്മ നൊട്ടേഷനിൽ ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും. ജോമെട്രിക് സീരീസ് നമ്മൾ സിഗ്മ നൊട്ടേഷൻ പ്രകാരം പറയുകയാണെങ്കിൽ സിഗ്മ I varies from 0 to infinity a r raised to I. ഈ ഒരു ഫോമിൽ വേണമെങ്കിൽ നമുക്ക് ജോമെട്രിക് സീരീസിനെ എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ ഈ തന്നിരിക്കുന്നത് എന്താ പറയുക, ഇങ്ങനെ ഒരു ഫോർമാറ്റിൽ തന്നിരിക്കുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. സിഗ്മ n varies from 0 to infinity 1 by 6 raised to n by 2. ഇതൊരു ജോമെട്രിക് സീരീസ് ആണോ? 1 by 6 raised to n by 2 raised to power 1/2 ഫോമിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് n 6 raised to n by 2 എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് 6 raised to n by 2 എന്ന് വെച്ചാൽ 6 raised to n അല്ലെങ്കിൽ വേണ്ട 6 raised to 1/2 the whole raised to n. ഇങ്ങനെ എഴുതാം നമുക്ക്. 6 raised to 1/2 എന്ന് വെച്ചാൽ √6 ആണ്. √6 the whole raised to n എന്ന് എഴുതാം. എന്ന് പറഞ്ഞാൽ ഈ സീരീസ് this one is equal to sigma n equal to 0 to infinity 1 by √6 the whole raised to n ഫോമിലേക്ക് എഴുതാനായിട്ട് സാധിക്കും. കാരണം 1നെ 1 raised to n എന്ന് ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും. എന്ന് പറഞ്ഞാൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ പറഞ്ഞത് ഇതാണ് 1 plus 1 by √6 plus 1 by √6 സ്ക്വയർ പ്ലസ് എക്സെട്ര ആണ്. അപ്പൊ ഇതൊരു ജോമെട്രിക് സീരീസ് ആണ്. ഇവിടെ √6 1 by √6 വാല്യൂ ഇവിടെ r ഈക്വൽ ടു 1 by √6 ആണ്. അപ്പൊ മോഡുലസ് ഓഫ് r ലെസ് ദാൻ 1 ആണ് എന്നുള്ളത് കൊണ്ട് ഇതൊരു കൺവേർജിങ് സീരീസ് ആയിരിക്കും. ഇതിന്റെ സം വരണത് a ഡിവൈഡഡ് ബൈ 1 മൈനസ് r ആയിരിക്കും. ഞാൻ ഇതിന്റെ സിംപ്ലിഫിക്കേഷൻ ഒന്നും പറയുന്നില്ല, ഐഡിയ ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അതിനുശേഷം ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ 1 by 1 ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഉണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ മതി. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. എ ബൗൺസിംഗ് ബോൾ ലോസസ് ഹാഫ് ഓഫ് ഇറ്റ്സ് എനർജി ഓൺ ഈച്ച് ബൗൺസ്. The height reached on each bounce is proportional to the energy. Suppose that the ball is dropped vertically from a height of 1 meter. How far does it travel? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കേട്ടിട്ടുണ്ടോ? അത് ഒരുവിധം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആ ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചോളുക. അത് നിങ്ങൾക്ക് സാറ് ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടാവും. അപ്പൊ അത് ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ സാധാരണ ഇവിടുന്ന് ചോദിച്ച് കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ, ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ: സിഗ്മ I equal to 0 to infinity 3 raised to I minus 2 raised to I divided by 6 raised to I. ഇതിന്റെ സമ്മ് കണ്ടുപിടിക്കാം. ഫൈൻഡ് സം. എങ്ങനെ ചെയ്യാൻ അറിയാമല്ലോ. എന്താ ചെയ്യണ്ടേ? ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം അല്ലെ. സിഗ്മ I equal to 0 to infinity 3 raised to I divided by 6 raised to I minus sigma I from 0 to infinity 2 raised to I divided by 6 raised to I. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. 6 എന്ന് പറഞ്ഞാൽ 2 into 3 ആണ്. അപ്പൊ 6 raised to I എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 2 raised to I into 3 raised to I എന്ന് എഴുതാം. സോ ഇതിനെ നമുക്കപ്പോ എങ്ങനെ എഴുതാനായിട്ട് പറ്റും? ദിസ് ഈസ് ഈക്വൽ ടു സിഗ്മ I from 0 to infinity 1 by 2 raised to I വരും മൈനസ് സിഗ്മ I from 0 to infinity 1 by 3 raised to I എന്ന് വരും. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ജോമെട്രിക് സീരീസ് ആണ് വരിക. ജോമെട്രിക് സീരീസിന്റെ സമ്മ് ഫോർമാറ്റിലേക്ക് എഴുതിയാൽ എന്ന് പറഞ്ഞാൽ ഇത് ദിസ് ഈസ് ഈക്വൽ ടു വരുന്നത് 1 plus 1 by 2 plus 1 by 2 സ്ക്വയർ പ്ലസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യത്തേത് പറഞ്ഞത് മൈനസ് 1 plus 1 by 3 plus 1 by 3 സ്ക്വയർ എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഇത് രണ്ടും ജോമെട്രിക് സീരീസ് ആണ്. രണ്ടിന്റെ അകത്തും വരുന്ന കോമൺ റേഷ്യോ മോഡുലസ് വാല്യൂ ലെസ് ദാൻ 1 ആണ്. അതുകൊണ്ട് ഇത് കൺവേർജിങ് ആണ്. അപ്പൊ ഇതിന്റെ സം പറയുന്നത് 1 by 1 minus r. എ ഇവിടെ
ഇവിടെ 1 ആണ്, രണ്ട് കേസിൽ a 1 ആണ്. അപ്പൊ സം വരുന്നത് a ഡിവൈഡ് ബൈ 1 മൈനസ് r എന്നുള്ളതാണ്. അപ്പൊ a 1 ആണ്, 1/1 മൈനസ് 1/2 വരും ഇവിടെ, മൈനസ് 1/1 മൈനസ് 1/3. അപ്പൊ അത് ക്ലിയർ ആണല്ലോ. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കിട്ടും. 1/1/2 മൈനസ് 1/2/3. സോ 2 മൈനസ് 3/2 എന്ന് വരും. ആൻസർ 1/2. ഓക്കെ, അപ്പൊ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. ക്ലിയർ ആണല്ലോ. ഇതാണെങ്കിലോ, ഡിസ്കസ് കൺവേർജൻസ് ഓഫ് one 1/2 plus 3 3/4 plus 7 7/8 plus etc. ഇത് ക്ലാസ്സിൽ സാർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്ങനെ ചെയ്യണ്ടേ? ഇതിനെ നമുക്ക് എക്സ്പാൻഡഡ് ഫോമിൽ പറയണം. 1 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 minus 1/2. 2 മൈനസ് 1/2 എന്ന് എഴുതാം ഇതിനെ, ഫസ്റ്റ് ടേമിനെ. പ്ലസ് അടുത്തതാണെങ്കിലോ 4 മൈനസ് 1/4 എന്ന് എഴുതാം. പ്ലസ് അടുത്ത ടൈം ആണെങ്കിലോ 8 minus 1/8. പ്ലസ് എക്സെട്ര. സോ ഇതിനെ നമുക്ക് രണ്ട് രീതിയിൽ, മീൻസ് ഇഫ് ആദ്യത്തെ ടേമുകൾ തന്നെ എഴുതുകയാണെങ്കിൽ 2 പ്ലസ് 2 സ്ക്വയർ പ്ലസ് 2 ക്യൂബ് പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞു വരും. മൈനസ് പിന്നെ 1/2 മൈനസ് 1/2 സ്ക്വയർ, സോറി മൈനസ് കോമൺ ആയിട്ട് നിർത്തിയിരുന്നു, അപ്പൊ ഇത് പ്ലസ് വരും. പ്ലസ് 1/2 ക്യൂബ് ഇങ്ങനെ എഴുതാം. അപ്പൊ എന്തായിരിക്കും നമ്മുടെ ആൻസർ? എന്തായിരിക്കും? ആദ്യത്തെ ടേമുകളുടെ സമ്മ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഇൻഫൈനിറ്റ് മീൻസ് കൺവേർജ് ചെയ്യുന്നില്ല ആദ്യത്തെ ജോമെട്രിക് സീരീസ്. സോ അതിൽ നമുക്കിത് ഡൈവേർജിങ് ആയിട്ടുള്ള സീരീസ് ആണെന്ന് പറയാം. കാരണം രണ്ടാമത്തെ സീരീസിന്റെ സമ്മ് കണ്ടുപിടിക്കുമ്പോൾ ഇതൊരു ഫൈനൈറ്റ് വാല്യൂ കിട്ടുന്നത്. ഇതിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ഇത് 2 എന്നാ പറഞ്ഞത്. ഇത് എന്തായിരിക്കും വരിക? ഈ സമ്മ് എത്രയാ പറഞ്ഞത്? 2 പ്ലസ് 2 സ്ക്വയർ പ്ലസ് 2 ക്യൂബ് പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞ് ഇത് വരുന്നത് എന്തായിരിക്കും? ദിസ് ഈസ് എ ജോമെട്രിക് സീരീസ് വിത്ത് r ഈക്വൽ ടു 2 ആണ്. മോഡുലസ് ഓഫ് r ഗ്രേറ്റർ ദാൻ 1 ആണ് എന്നുള്ളത് കൊണ്ട് ഇത് ഡൈവേർജിങ് ആയിട്ടുള്ള സീരീസ് ആണ്. സോ നമുക്ക് ഈ പറയുന്ന സീരീസ് എൻറ്റയർ സീരീസ് കൺസിഡർ ചെയ്യുമ്പോൾ അതപ്പോ എന്തായിരിക്കും? Diverging. എന്തുവരും? സീരീസ് ഡൈവേർജസ്. സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു നിർത്തിയാൽ മതി, വേറെ കൂടുതൽ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ അത്രയും വെച്ച് ഞാൻ അവിടെ അത് നിർത്തുകയാണ്. അടുത്തത് ഇനി എനിക്ക് പറയുന്നത്, അപ്പൊ ജോമെട്രിക് സീരീസിന്റെ കേസിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ തന്നേക്കുന്ന സീരീസ് ജോമെട്രിക് സീരീസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, അത് നമ്മൾ ആ സീരീസിനെ നമ്മൾ ആ ഒരു ഫോമാറ്റിലേക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിട്ട് ജോമെട്രിക് സീരീസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്ത് എയും ആറും കണ്ടുപിടിക്കുക. മോഡുലസ് ഓഫ് r, ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത്, നമ്മളൊരു സീരീസ് കണ്ട് മനസ്സിലാക്കി. r ഈക്വൽ ടു -3/4 ആണെങ്കിൽ ഈ r ഈക്വൽ ടു -3/4 വരുന്ന സീരീസ് കൺവേർജിങ് ആണോ ഡൈവേർജിങ് ആണോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 2 പ്ലസ് 2 ഇൻറ്റു -3/4 പ്ലസ് 2 ഇൻറ്റു -3/4 ഓൾ സ്ക്വയർ പ്ലസ് എക്സെട്ര, ഇങ്ങനെ ഒരു സീരീസ് വന്നെന്ന് വെക്കുക. ഇത് കൺവേർജിങ് ആയിരിക്കോ ഡൈവേർജിങ് ആയിരിക്കോ? നമ്മുടെ r എന്ന് പറയുന്നത് -3/4 ആണ്. അപ്പൊ അതിന്റെ മോഡുലസ് വാല്യൂ എന്ന് പറയുന്നത് 3/4 ആണ്, ലെസ് ദാൻ 1 ആണ്. അതുകൊണ്ട് സീരീസ് എന്തായിരിക്കും? കൺവേർജിങ് ആയിരിക്കും. കൺവേർജിങ് ആണെങ്കിൽ ജോമെട്രിക് സീരീസിൽ അതിന്റെ സമ്മും കൂടെ എഴുതാനായിട്ട് പറ്റും. വേറുള്ള ടെസ്റ്റുകൾക്കൊന്നും നമുക്ക് സമ്മ് കണ്ടുപിടിക്കാനില്ല. ജോമെട്രിക് സീരീസിന്റെ കേസിൽ മാത്രം നമുക്ക്
സം എഴുതാനായിട്ട് പറ്റുള്ളൂ. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ജോമെട്രിക് സീരീസിന്റെ സെഷൻ നിർത്തിയിട്ട് അടുത്ത ടെസ്റ്റിലേക്ക് പോവാണ്. ith ടേം ടെസ്റ്റ്. അതെന്താ പറയുന്നതെന്ന് പറയാമോ? ith ടേം ടെസ്റ്റ് അല്ലെങ്കിൽ nth ടേം ടെസ്റ്റ്. ചിലപ്പോൾ nth ടേം ടെസ്റ്റ് എന്നായിരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടാവുക. എന്താണ് ആ ടെസ്റ്റ് പറയുന്നത്? nth ടൈം ടെസ്റ്റ്. അതായത് നമുക്ക് തന്നേക്കുന്ന സീരീസ് സിഗ്മ n ഫ്രം 1 to infinity 0 to infinity ഏതെങ്കിലും ആയിക്കോട്ടെ, 1 to infinity അല്ലെങ്കിൽ 0 to infinity ആയാലും കുഴപ്പമില്ല, ai ഇതാന്ന് വിചാരിക്കുക നമ്മുടെ സീരീസ്, അല്ലെങ്കിൽ സിഗ്മ n ഫ്രം 1 to infinity an എന്നോ ഏതായാലും കുഴപ്പമില്ല. ഇതാണ് എങ്കിൽ ലിമിറ്റ് n ടെൻസ് ടു, അല്ലെങ്കിൽ ഇവിടെ i ആണ്, സോറി n എന്നല്ല, this is i, ലിമിറ്റ് i ടെൻസ് ടു ഇൻഫിനിറ്റി ai ഇത് നോട്ട് ഈക്വൽ ടു 0 ആണ് വരുന്നതെങ്കിൽ സീരീസ് എന്തായിരിക്കും? ഈ nth ടേം അല്ലെങ്കിൽ ith ടേം നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്നത് നോൺ സീറോ ആയിട്ടുള്ള ഒരു നമ്പർ ആണ് എങ്കിൽ അത്തരം സീരീസുകളൊക്കെയും എന്തായിരിക്കും? ഡൈവേർജിങ് ആയിരിക്കും. അതേസമയം ലിമിറ്റ് i ടെൻസ് ടു ഇൻഫിനിറ്റി ai ഈക്വൽ ടു 0 വന്നാൽ സീരീസ് കൺവേർജിങ് എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ ഈ i ഉപയോഗിച്ചിട്ടാണ് n ഉപയോഗിച്ചിട്ടാണോ പറഞ്ഞേക്കുന്നത്? നമ്മുടെ ടെക്സ്റ്റിന്റെ അകത്ത് i ആണ് പറഞ്ഞേക്കുന്നത്. സാധാരണ n ഉപയോഗിച്ചാണ് എപ്പോഴും പറയാറുള്ളത്. അതാണ് പറയാൻ എളുപ്പം. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഏത് വെച്ചാ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളേ? അറിയില്ല. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ചോളൂ. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഐ ആണ് പറഞ്ഞേക്കുന്നല്ലേ? ഓക്കെ, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. സിഗ്മ n ഈക്വൽ ടു 0 to infinity i divided by i plus 1. ഈ സീരീസ്, what is ai here? ഏതെടുത്താൽ മതി? ദിസ് ഈസ് ഓഫ് ദ ഫോം. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റിന്റെ ആൻസർ എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതേണ്ടത്. ദിസ് ഈസ് ഓഫ് ദ ഫോം sigma i from 0 to infinity ai. Here ai equal to ഏതാ പറഞ്ഞേ? i by i plus 1. Okay, this implies limit i tends to infinity ai എന്തായിരിക്കും? limit i tends to infinity i divided by i plus 1 ആയിരിക്കും. ഇതെങ്ങനെ ലിമിറ്റ് കണ്ടുപിടിക്കണേ? ഇൻഫിനിറ്റി കൊടുക്കാനായിട്ടുള്ള ലിമിറ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ലിമിറ്റ് i tends to infinity, ഐന് ഔട്ട്സൈഡ് എടുക്കാം. ന്യൂമറേറ്ററിൽ ഇപ്പൊ ഔട്ട്സൈഡ് എടുക്കാനൊന്നും ഇല്ല, ഐ മാത്രം. ന്യൂമറേറ്ററിൽ പുറത്തെടുക്കാനില്ല, ഡിനോമിനേറ്ററിൽ നമ്മൾ ഐ പുറത്തെടുക്കുക. ഐ ഇൻറ്റു 1 പ്ലസ് 1 ബൈ ഐ എന്ന് വരും. ഐ ക്യാൻസൽ ചെയ്തു. എന്നിട്ട് ലിമിറ്റ് കൊടുക്കുമ്പോൾ 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 0 എന്ന് വരും, ഈക്വൽ ടു 1 വരും. ഇത് 0 അല്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്ത് കൺക്ലൂഷൻ കൊടുക്കാനായിട്ട് പറ്റും? That is limit i tends to infinity ai not equal to 0. Thus sigma i from 0 to infinity ai equal to sigma i from 0 to infinity i divided by i plus 1. ഈ സീരീസ് എങ്ങനെയായിരിക്കും? കൺവേർജിങ് ആയിരിക്കോ ഡൈവേർജിങ് ആയിരിക്കോ? Is a diverging series. ഓക്കെ, ith ടൈം ടെസ്റ്റിന്റെ കാര്യം മനസ്സിലായോ?
പക്ഷേ ഇവിടെ ഇപ്പോ ith ടൈം ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ലിമിറ്റ് I tends to infinity ai equal to 0 does not imply sigma I from 0 to infinity ai converge. അങ്ങനെ ഒരു കണ്ടീഷൻ നമ്മൾ ഇവിടുന്ന് പറയുന്നുണ്ടോ ith ടൈം ടെസ്റ്റിന്റെ അകത്ത്? തിരിഞ്ഞു പോകരുത് എന്നാണ് ഉദ്ദേശിച്ചത്. അതായത് 0 അല്ല കിട്ടുന്നതെങ്കിൽ ഡൈവേർജിങ് എന്ന് പറയാം. പക്ഷെ 0 ആണ് കിട്ടുന്നതെന്ന് വെച്ച് കൺവേർജിങ് ആവണമെന്നില്ല. ഒരു എക്സാമ്പിൾ പറയാമോ? ഹാർമോണിക് സീരീസ് സിഗ്മ 1/i എന്നുള്ള സീരീസ് അല്ലെ, അല്ലെങ്കിൽ 1 + 1/2 + 1/3 പ്ലസ് എക്സെട്ര. ഇത് കൺവേർജിങ് ആയിട്ടുള്ള സീരീസ് ആണോ? അല്ല, ഇത് ഡൈവേർജിങ് സീരീസ് ആണ്. ഇതിന്റെ ai വരുന്നത് 1/i ആണ്. ഓക്കെ, സോ ലിമിറ്റ് ai വരുമ്പോ ലിമിറ്റ് i ടെൻസ് ടു ഇൻഫിനിറ്റി ai എന്ന് പറയുന്നത് 1/i ലിമിറ്റാ വരുന്നത്. സോ ദാറ്റ്സ് ഈക്വൽ ടു എന്ത് വരും? 0 വരും. പക്ഷെ ഇത് ഡൈവേർജിങ് ആണ്. അപ്പൊ ഈ ഒരു കാര്യം ഓർമ്മയിൽ ഉണ്ടാവണം. പിന്നെ ഇവിടെ അപ്പൊ ശരിക്കും പറഞ്ഞാല് നമുക്ക് ആകെ ഇപ്പൊ തന്നേക്കുന്നത് ഈ സിഗ്മ നൊട്ടേഷനിലാണെങ്കിൽ വളരെ എളുപ്പമാണ്. ഇനിയിപ്പോ അല്ല, നമുക്ക് സിഗ്മ നൊട്ടേഷനിൽ അല്ല തന്നേക്കുന്നതെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ എഴുതേണ്ടി വരും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചു എന്ന് വെച്ചോ, 1 പ്ലസ് അല്ലെങ്കിൽ 1/2 പ്ലസ് 2/3 പ്ലസ് 3/4 പ്ലസ് 4/5 പ്ലസ് എക്സെട്ര. ഇതാണ് നമ്മുടെ സീരീസ് എങ്കിൽ ഡിസ്കസ് കൺവേർജൻസ് ഓഫ് ദി സീരീസ് എന്നാണെങ്കിൽ ഇതിനെ എന്ത് ചെയ്യേണ്ടി വരും? ഇതിനെങ്ങനെ എഴുതാം സിഗ്മ നൊട്ടേഷൻ? അല്ലെങ്കിൽ ഇതിന്റെ ai അല്ലെങ്കിൽ an കണ്ടുപിടിച്ചാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഇതുപോലെ തരുന്ന ക്വസ്റ്റിന്റെ nth ടൈം കണ്ടുപിടിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എല്ലാ മെത്തേഡിലും ചെയ്യാനായിട്ട്. nth ടൈം അല്ലെങ്കിൽ ith ടൈം. വാട്ട് ഈസ് ith ടൈം ഓഫ് ദി സീരീസ്? ai എന്ന് പറയാമോ? i/i plus 1. i/i+1. This is of the form of i/i+1 എന്നാണെങ്കിൽ this is of the form sigma I from 1 to infinity ai ആണ്, where i equal to i/i+1. ഓക്കെ, ഇനി ബാക്കി ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ സെയിം ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ സെയിം ക്വസ്റ്റ്യൻ തന്നെയല്ലായിരുന്നു ഇത് മനസ്സിലായല്ലോ? അപ്പൊ nth ടൈം ടെസ്റ്റ് ഞാൻ ഇവിടെ വെച്ച് കൺക്ലൂഡ് ചെയ്യുകയാണ്. അവിടെ വരെ കൂടുതലൊന്നും പറയാനായിട്ടില്ല. അടുത്തത് കമ്പാരിസൺ ടെസ്റ്റ് ആണ്. എന്താ കമ്പാരിസൺ ടെസ്റ്റ് പറയണേ? നമുക്ക് അതിൻ്റെ അകത്ത് റേഷ്യോ അല്ലെങ്കിൽ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റിന്റെ ആവശ്യമുള്ളൂ. റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ്. കമ്പാരിസൺ ടെസ്റ്റ് സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കമ്പാരിസൺ ടെസ്റ്റ് പറയുന്നുണ്ട്. ഒന്ന്, ആദ്യത്തെ കമ്പാരിസൺ ടെസ്റ്റ് പറയുന്നത് റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ്. കമ്പാരിസൺ ടെസ്റ്റ് പറയുന്നത് സിഗ്മ എയും സിഗ്മ ബിയും രണ്ട് സീരീസുകളാണ്. സോ ദാറ്റ് സിഗ്മ എ ആൻഡ് സിഗ്മ ബി ആർ ടു സീരീസ് such that modulus ai is less than or equal to modulus bi, and if sigma bi converges, then sigma ai also converges. ഇതാണ് കമ്പാരിസൺ ടെസ്റ്റ് എന്നുള്ള രീതിയിൽ പറയുന്നത്. ബട്ട് നമുക്ക് ഇതിനെ കുറച്ചും കൂടി എന്താ പറയാ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ് ഉണ്ട്. നമ്മൾ ഈ
കമ്പാരിസൺ ടെസ്റ്റ് പ്രകാരം പ്രോബ്ലം ചെയ്യണമെന്ന് നിർബന്ധമില്ല, ഇത് വേണമെന്നില്ല. നമുക്ക് റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ് തന്നെ എടുത്താൽ മതി. ഇത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അതായത് ഇതിന്റെ മീനിങ് എന്താ? രണ്ട് സീരീസുകൾ സിഗ്മ എയും സിഗ്മ ബി എയും, അതില് ലാർജർ ആയിട്ടുള്ള നമ്പേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള സീരീസ് ആണ് സിഗ്മ ബി ഐ. അബ്സല്യൂട്ട് വാല്യൂ ലാർജർ ആയിട്ടുള്ള നമ്പർ ഉപയോഗിച്ചിട്ടുള്ള അബ്സല്യൂട്ട് വാല്യൂ ലാർജർ ആയിട്ട് വരുന്ന നമ്പേഴ്സ് ഉള്ള സീരീസ് ആണ് സിഗ്മ ബി ഐ. വലിയ സീരീസ് കൺവേർജിങ് ആണെങ്കിൽ അതിനെക്കാട്ടിലും ലെസ് ആയിട്ട് വാല്യൂസ് വരുന്ന സീരീസും എന്ത് തന്നെയായിരിക്കും? കൺവേർജിങ് ആയിരിക്കും. അതാണ് കമ്പാരിസൺ ടെസ്റ്റ് പറയുന്നത്. ഇതിന്റെ കൂടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റിൽ അത് പറയുന്നില്ല. അതുപോലെ ഇങ്ങനെ വരുന്നതിന്റെ അത് സ്മോളർ സീരീസ് ഡൈവേർജിങ് ആണെങ്കിൽ ലാർജർ സീരീസ് ഡൈവേർജിങ് ആയിരിക്കും എന്നുള്ള ഒരു കൺക്ലൂഷനും പറയാറുണ്ട്. അത് നമ്മളുടെ ടെക്സ്റ്റിനകത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇവിടെ കമ്പാരിസൺ ടെസ്റ്റ് എന്ന് പറയുന്നതിന്റെ അകത്ത് ഇത്രയും സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുള്ളൂ. ഞാൻ പറഞ്ഞൊരു കാര്യം മനസ്സിലായോ? ഈ സ്റ്റേറ്റ്മെന്റ് മനസ്സിലായോ? ഇനി ഇത് പറയാൻ നിൽക്കണ്ടല്ലോ. മനസ്സിലായി. അപ്പൊ ഇനി നമുക്ക് റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ് പറയാം. അതാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ടുള്ളത് വേണ്ടത്. റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ് അത് പറഞ്ഞേക്കുന്നത് റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ തന്നെ സിഗ്മ എ എൻ ആൻഡ് സിഗ്മ ബി എൻ ആർ ടു സീരീസ് വിത്ത് bi greater than 0. എന്നിട്ട് അതിലെ ഫസ്റ്റ് കൺക്ലൂഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇഫ് മോഡുലസ് എ ഐ is less than or equal to bi or limit I tends to infinity modulus AI by BI less than infinity means finite number. ഏതെങ്കിലും ഒരു finite number കിട്ടുകയാണെങ്കിൽ and sigma BI is convergent implies sigma AI is convergent. Second one വരുന്നത് AI is greater than or equal to BI or limit I tends to infinity AI by BI greater than 0 and sigma BI is divergent, then sigma AN is also divergent. ഇതാണ് ഈ എന്താ പറയാ സെക്കൻഡ് കേസ് പറയുന്നത്. എന്താ റേഷ്യോ ടെസ്റ്റിന്റെ മീനിങ്? റേഷ്യോ ടെസ്റ്റ് പറഞ്ഞേക്കുന്നത് കൺവേർജിങ് ആണോ ഡൈവേർജിങ് ആണോ എന്ന് അറിയാവുന്ന ഒരു സീരീസ് ഉപയോഗിച്ചിട്ട് നമുക്ക് തന്നിരിക്കുന്ന സീരീസിന്റെ കൺവേർജൻസ് ചെക്ക് ചെയ്യുന്നു. ഓക്കെ, കൺവേർജിങ് ആണ് അല്ലെങ്കിൽ അതായത് ഈ സിഗ്മ ബി എൻ നമ്മൾ ചൂസ് ചെയ്യുന്നത് അത് കൺവേർജിങ് ആണോ ഡൈവേർജിങ് ആണോ എന്ന് നമുക്ക് അറിയാം. നമുക്ക് പരിചയമുള്ള ഒരു സീരീസ് ആയിരിക്കും സിഗ്മ ബി എൻ. ഈ സിഗ്മ ബി എൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എടുക്കുന്ന സിഗ്മ ബി എൻ നമുക്ക് പരിചയമുള്ള സീരീസ് ഒരു കൺവേർജിങ് സീരീസ് ആവുകയും പിന്നെ എന്താ കണ്ടീഷൻ വേണ്ടേ? നമുക്ക് കൺവേർജൻസ് നോക്കേണ്ട സീരീസ് സിഗ്മ എ എൻ എ ഐ എ ഓക്കെ എ എൻ അല്ലെങ്കിൽ എ ഐ ഏതായാലും ആയിക്കോട്ടെ, ആ സീരീസിന്റെ ith ടേം അതായത് എ ഐ മോഡുലസ് എ ഐ ബൈ മോഡുൽ ബി ഐ ഇതിന്റെ ലിമിറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ ഒരു ഫൈനൈറ്റ് നമ്പർ ആണ് കിട്ടുന്നതെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് അവർ ഗിവൺ സീരീസ് സിഗ്മ എ എൻ അല്ലെങ്കിൽ സിഗ്മ എ ഐ എന്ന് പറയുന്നതും എന്തായിരിക്കും? കൺവേർജിങ് ആയിരിക്കും.
ഞാൻ ഒന്നുകൂടെ പറയാം. സിഗ്മ ബി എൻ എന്ന് പറഞ്ഞു വെച്ച് നമുക്ക് പരിചയമുള്ള ഒരു സീരീസ്, അത് കൺവേർജിങ് ആണ് നമുക്കറിയാം. ആ സീരീസ് ഉപയോഗിച്ച് നമുക്ക് തന്നിരിക്കുന്ന സീരീസ് കൺവേർജിങ് ആണോ ഡൈവേർജിങ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി? കൺവേർജിങ് ആണോ എന്ന്, സിഗ്മ ബി എൻ കൺവേർജിങ് ആയിട്ടുള്ള സീരീസ് ആണെങ്കിൽ സിഗ്മ എ എന്നും കൺവേർജിങ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് മോഡുലസ് എ ഐ ഡിവൈഡഡ് ബൈ ബി ഐ അതിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കുക. അത് ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള നമ്പർ ആണ് കിട്ടുന്നതെങ്കിൽ തന്നിരിക്കുന്ന സീരീസ് സിഗ്മ എ ഐ കൺവേർജിങ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ബി ഐ എന്ന് പറയുന്നത് ഡൈവേർജിങ് ആയിട്ടുള്ള ഒരു സീരീസ് ആണ്. അങ്ങനെയാണെങ്കിൽ സിഗ്മ എ ഐ ഡൈവേർജിങ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് എ ഐ ബൈ ബി ഐ നമ്മൾ കണ്ടുപിടിക്കുക. അത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള നമ്പർ ആണ് കിട്ടുന്നതെങ്കിൽ, പോസിറ്റീവ് ആയിരിക്കണം, 0 വന്നാൽ പറ്റില്ല, ഗ്രേറ്റർ ദാൻ 0 ആയിട്ടുള്ള ഒരു നമ്പർ ആണ് കിട്ടുന്നതെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് സിഗ്മ എ ഐ ഈസ് ഓൾസോ ഡൈവർജന്റ്. കൺക്ലൂഷൻ ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഞാനീ പറഞ്ഞ കൺക്ലൂഷൻ മനസ്സിലായോ? സർ മനസ്സിലായി. മനസ്സിലായി. അപ്പൊ ഇത് ഉപയോഗിച്ചുള്ള പ്രോബ്ലം ചെയ്യണമെങ്കിൽ നോർമലി നമുക്ക് ആവശ്യമുള്ളത്, നമുക്ക് പരിചയമുള്ള കുറെ സീരീസുകൾ, അതായത് കൺവേർജിങ് ആണോ ഡൈവേർജിങ് ആണോ എന്ന് അറിയാവുന്ന കുറെ സീരീസുകൾ വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇത് ഉപയോഗിച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ 1-2 പ്രോബ്ലംസ് ഞാൻ ഇവിടെ ചെയ്യാം. നമുക്ക് എക്സാമിന് വരുമ്പോഴത്തെ മെയിൻ പ്രശ്നം ഇതൊന്നും അല്ല. ഒരു പ്രോബ്ലം തന്നാൽ അത് ഏത് മെത്തേഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഈ ഭാഗത്തെ ഏറ്റവും പ്രശ്നം. ഡിസ്കസ് കൺവേർജൻസ് ഓഫ് സിഗ്മ ഐ ഫ്രം 1 to infinity 2 divided by 4 plus i. 2 divided by 4 plus i. സോ ഇവിടെ എ ഐ വരുന്നത് 2/4 plus i ആണ്. ഇത് കൺവേർജിങ് ആണോ ഡൈവേർജിങ് ആണോ എന്നാണ് നോക്കേണ്ടത്. ഇതിനോട് ചേർത്ത് നിർത്താൻ പറ്റിയ ഏതെങ്കിലും ഒരു സീരീസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എ ഐ ഡിവൈഡഡ് ബൈ ബി ഐ ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ഇതിന്റെ ലിമിറ്റ് ആണ് എടുക്കേണ്ടത്. അപ്പൊ എ ഐ ഇതാണ്. അപ്പൊ ഇതിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ബി ഐ ഏതായിരിക്കും? നിങ്ങൾക്ക് എന്തെങ്കിലും സൂചനയുണ്ടോ? നമ്മൾ നോർമലി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യാനായിട്ട് 2 divided by ഐനെ പുറത്തെടുക്കും. i into 4/i plus 1 ഇങ്ങനെ എഴുതും. ഈ ഐ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇത് ഐ പുറത്തെടുക്കുമ്പോൾ 1/i എന്നുള്ള രീതിയിലാവുന്നു. അത് ക്യാൻസൽ ചെയ്ത് കളയണമെങ്കിൽ ബി ഐ ആയിട്ട് 1/i ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനെ പ്രൊസീഡ് ചെയ്യാനായിട്ട് പറ്റും. എ ഐ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതി. സോ എ ഐ ബൈ ബി ഐ അപ്പൊ എങ്ങനെ എഴുതും? 2/i into 4/i plus 1 divided by 1/i. അപ്പൊ ഏതൊക്കെ ക്യാൻസൽ ആയി പോകും? അപ്പൊ ഇതെന്ന് പറയുന്നത് this is equal to 1/i into 2/4/i plus 1 divided by 1/i ഫോമിലാണ്. സോ ഈ 1/iകൾ ക്യാൻസൽ ആയി പോകും. അപ്പൊ ഇതിന്റെ ലിമിറ്റ് വരുമ്പോൾ എന്തായിരിക്കും? ലിമിറ്റ് i tends to infinity a i by b i എന്തായിരിക്കും? 2 divided by 4/i plus 1 എന്നുള്ള രീതിയിൽ വരും. ഐക്ക് ഇൻഫിനിറ്റി കൊടുത്താൽ this is 2/0 plus 1 equal to 2 വരും. ഗ്രേറ്റർ ദാൻ 0 ആയിട്ടുള്ള നമ്പറാണ്. കാരണം നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ഗ്രേറ്റർ ദാൻ 0 എന്നാണോ ഫൈനൈറ്റ് നമ്പർ എന്നാണോ എഴുതേണ്ടത് എന്നുള്ളത് ഇനി നമ്മൾ ചൂസ് ചെയ്ത ബി ഐനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പറയാൻ പോകുന്നത്. അതായത് ഞാൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ റേഷ്യോ കണ്ടുപിടിച്ചു. നമുക്ക് എന്തായാലും കിട്ടിയിരിക്കുന്നത് 2 ആണ്. ഇത്ര എഴുതി. നൗ സിഗ്മ ബി ഐ ഈക്വൽ ടു എന്താണ്? സിഗ്മ 1/i ആണ്.
equal to 1 plus 1 by 2 plus 1 by 3 plus etc. ഇതെന്താണ്? ഈസ് എ കൺവേർജിങ് ആണോ ഡൈവേർജിങ് ആണോ? Diverging series ആണ്. ഈസ് എ ഡൈവേർജിങ് സീരീസ്. ഓക്കെ, ഡൈവേർജിങ് സീരീസ് ആയതുകൊണ്ട് ഡൈവേർജിങ് സീരീസിന്റെ കേസിൽ എ എന്നും ഡൈവേർജന്റ് ആവാനായിട്ടുള്ള കണ്ടീഷൻ ലിമിറ്റ് എ ഐ ബൈ ബി ഐ ഗ്രേറ്റർ ദാൻ 0 ആയിട്ടുള്ള ഒരു നമ്പർ ആണ് കിട്ടുന്നത്. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന 2 ആണ്, അത് ഗ്രേറ്റർ ദാൻ 0 ആണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് ഡൈവേർജിങ് സീരീസ് എന്ന് പറഞ്ഞു. Thus by a ratio comparison test നമുക്ക് എന്ത് പറയാൻ പറ്റും? സിഗ്മ എ എൻ ഓൾസോ ഡൈവേർജസ്. മനസ്സിലാവുന്നോ എന്താ ഞാൻ ചെയ്തതെന്ന്? ഈ ഭാഗം പറഞ്ഞതിന്റെ അകത്ത് കൺഫ്യൂഷൻ ഉണ്ടോ എന്ന് നോക്കുക. ബി ഐ ഏതാണ് എന്ന് ഞാൻ ഐഡന്റിഫൈ ചെയ്തതിന്റെ അകത്ത് പ്രശ്നമുണ്ടോ എന്ന് നോക്കുക. ഉണ്ട്. ബി ഐ ഐഡന്റിഫൈ ചെയ്ത കേസിൽ സംശയമുണ്ടോ? അതാണ് എനിക്ക് അറിയേണ്ടത്. സർ 2 എന്ന് പറയുമ്പോൾ അതൊരു ഫൈനൈറ്റ് നമ്പർ അല്ലേ? അപ്പൊ ഇൻഫിനിറ്റിയെക്കാട്ടും ചെറുതാവില്ലേ? ഏത്? അല്ല, നമ്മളെ സംബന്ധിച്ച് അതാണ് ഞാൻ ആ 2 എന്ന് ഞാൻ ഇവിടെ എഴുതിയില്ലേ. 2 എന്ന് എഴുതിയിട്ട് ഞാൻ ഗ്രേറ്റർ ദാൻ 0 എന്ന് ആദ്യം എഴുതിയിട്ട് ഞാൻ പിന്നെ അത് മായിച്ചിട്ട് ഗ്രേറ്റർ ദാൻ 0 എന്നാണോ 2 ലെസ് ദാൻ ഇൻഫിനിറ്റി എന്നാണോ എഴുതേണ്ടതെന്ന് തീരുമാനിക്കാനായിട്ട് എന്ത് ചെയ്തു? ബി ഐ നോക്കി. സിഗ്മ ബി ഐ കൺവേർജിങ് സീരീസ് ആണെങ്കിൽ ഈ കണ്ടീഷൻ എടുക്കണം. കൺവേർജിങ് സീരീസ് അല്ല, ഡൈവേർജിങ് സീരീസ് ആണെങ്കിൽ നമ്മളിവിടെ പറഞ്ഞേക്കുന്ന റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റിന്റെ അകത്ത് ഡൈവേർജിങ് സീരീസിന്റെ കേസിൽ എ ഐ ഡൈവേർജിങ് ആണോ എന്നാണ് നോക്കാൻ പറ്റുള്ളൂ. ഡൈവേർജിങ് സീരീസ് ഉപയോഗിച്ച് എ ഐ കൺവേർജിങ് ആണോ എന്ന് നോക്കാൻ പറ്റില്ല. സിഗ്മ ബി ഐ ഡൈവേർജിങ് ആണെങ്കിൽ സിഗ്മ എ ഐയും ഡൈവേർജിങ് ആണോ എന്ന് നമുക്ക് നോക്കാൻ പറ്റും. അപ്പൊ അത് നോക്കാനായിട്ട് ഈ എ ഐ ബൈ ബി ഐയുടെ ലിമിറ്റ് പോസിറ്റീവ് ആയിട്ട് കിട്ടിയാൽ മതി. അതേസമയം നമ്മൾ ചൂസ് ചെയ്ത സിഗ്മ ബി ഐ എന്ന് പറയുന്നത് കൺവേർജിങ് സീരീസ് ആണെങ്കിൽ അത് ഉപയോഗിച്ച് സിഗ്മ എ ഐയും കൺവേർജിങ് ആണോ എന്ന് നോക്കാം. അതിനുവേണ്ടി എന്താ വേണ്ടേ? സിഗ്മ എ ഐ ബി ഐ ഫൈനൈറ്റ് ആയിട്ടുള്ള നമ്പർ ആയാൽ മതി. ഞാൻ പറഞ്ഞ കാര്യം ഈ ഒരു ക്വസ്റ്റൻ ആണെന്ന് വിചാരിച്ചോ. ഡിസ്കസ് ടെക്സ്റ്റ് പറഞ്ഞേക്കുന്ന ക്വസ്റ്റൻ തന്നെ ഞാൻ പറയാണ്. സിഗ്മ ഐ ഫ്രം 1 to infinity 1 divided by 2 raised to I minus I. ഇതെങ്ങനെ ചെയ്യുക? എ ഐ എന്ന് പറയുന്നത് 1 by 2 raised to I minus I ആണ്. അപ്പൊ ബി ഐ ആയിട്ട് നമ്മൾ ഏതായിരിക്കും ചൂസ് ചെയ്യാൻ സാധ്യത? 1 by 2 raised to I എന്ന് എടുത്തു നോക്കാം അല്ലെ? അപ്പൊ എ ഐ ബൈ ബി ഐ എന്തായിരിക്കും? 1 by 2 raised to I minus I by 2, sorry, minus I. ഓ, ഇതിനെ അങ്ങനെ ചെയ്താൽ ശരിയാവില്ല. നമ്മള് ഇതിങ്ങനെ പറയുന്ന കുറച്ചും കൂടെ ലിമിറ്റ് എടുക്കുന്നതിൽ നല്ലതേ. ഞാൻ ഇങ്ങനെ എടുത്തു. ഇവിടെ we have 2 raised to I minus I. ഇതാണോ 2 raised to I ആണോ? ഇതിൽ ഏതാ വലിയ നമ്പർ? 2 raised to I minus I ആണോ 2 raised to I ആണോ?
ഏതാ ലാർജർ? 2⁻i അല്ലേ? ഇങ്ങനെ എഴുതാമല്ലോ. ഇങ്ങനെ എഴുതാമോ? എഴുതാം. LHSലുള്ളത്. അപ്പൊ ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താലോ? 1/2⁻i മൈനസ് i ആണോ 1/2⁻i? ഇവരെ വരുമ്പം റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇനീക്വാളിറ്റി റിവേഴ്സ് ചെയ്യൂല്ലോ. ഓക്കെ. അപ്പോ നമ്മള് ഇത് AI ആണ്. AI is greater than BI എന്നുള്ള രീതിയിൽ വന്നു. ഓക്കെ. അപ്പോ ഈ BI എന്ന് പറയുന്ന സീരീസ് എങ്ങനെയാ? ഓൾസോ സിഗ്മ BI എന്താ? സിഗ്മ BI equal to sigma 1/2⁻i equal to sigma 1/2 is a ഇതെന്ത് സീരീസാ? കൺവേർജിങ് ജോമെട്രിക് സീരീസ് ആണ്. അത് കൺവേർജിങ് ആയിരിക്കും. ജോമെട്രിക് സീരീസ് വിത്ത് r equal to 1/2 ആണ്. സോ കൺവേർജിങ് ആണ്. ഓക്കെ. അപ്പൊ സ്മോളർ ആയിട്ടുള്ള സീരീസ് കൺവേർജിങ് ആണ്. നമ്മൾ ഈ റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ് തന്നെ എടുത്താൽ മതി. അതിന്റെ അകത്ത് ഫസ്റ്റ് കേസിൽ മോഡുലസ് AI, മോഡുലസ് കൺസിഡർ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, മോഡുലസ് AI ലെസ് ദാൻ ഓർ ഈക്വൽ ടു BI ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? ഇങ്ങനെ ഇത് ഇങ്ങനെ മോഡുലസ് പറഞ്ഞാലും തെറ്റില്ല എന്നാ ഞാൻ പറഞ്ഞത്. സോ മോഡുലസ് AI ഞാൻ പറഞ്ഞു തിരിഞ്ഞു പോയാ സർ മോഡുലസ് എ ഗ്രേറ്റർ ദാൻ BI ഡൈവേർജന്റിന്റെ കേസിലല്ലേ അങ്ങനത്തെ ഡെഫിനിഷൻ കൊടുത്തിരിക്കും. എടുക്കുന്ന ഡൈവേർജന്റ്. അപ്പൊ നമ്മൾ കമ്പാരിസൺ ടെസ്റ്റ് റേഷ്യോ കമ്പാരിസൺ ഡയറക്റ്റ് ഇതിലേക്ക് തന്നെ പറയേണ്ടി വരും. ഡയറക്റ്റ് ആദ്യം പറഞ്ഞേക്കുന്ന കമ്പാരിസൺ ടെസ്റ്റ് എന്താ? ഞാൻ ഒരു മിനിറ്റ്. ഓക്കെ. ഇത് നമുക്ക് റേഷ്യോ വെച്ച് തന്നെ പറഞ്ഞാൽ മതി. ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല. റേഷ്യോ തന്നെ കൺസിഡർ ചെയ്യാം. ഒരു മിനിറ്റ്. ഇങ്ങനെ എടുത്തു. ഇവിടെ നിന്നുള്ളത് നമുക്ക് മാറ്റി പറയാം. മീൻസ് ലൈക്ക് ദിസ്. ഇങ്ങനെ നമ്മൾ എടുത്തു. സോ AI/BI തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. AI/BI എന്താ? 1/2⁻i minus 1 divided by 1/2⁻i equal to നമുക്ക് ഒന്ന് 1/2⁻i minus 1 into 2⁻i by 1 റെസിപ്രോക്കൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. സോ 2⁻i divided by 2⁻i minus 1 എന്ന് വരും. ഇതിന്റെ ലിമിറ്റ് എടുക്കണമെങ്കിൽ എന്താ ചെയ്യണ്ടേ? -1 അല്ല, -i. ലിമിറ്റ് എടുക്കണ എന്താ ചെയ്യണ്ടേ? ഔട്ട് സൈഡ് എടുത്ത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാലും ശരിയാവില്ല എന്നൊരു പ്രശ്നമുണ്ട്. ദിസ് ഈസ് ഈക്വൽ ടു 2⁻i divided by 2⁻i into 1 minus i by 2⁻i. സോ ഈ 2⁻i ക്യാൻസൽ ചെയ്തു. ദിസ് ഈസ് ഈക്വൽ ടു അപ്പൊ ലിമിറ്റ് AI/BI ഈക്വൽ ടു ലിമിറ്റ് 1/1 minus i by 2⁻i. i/2⁻iയുടെ കാര്യം എങ്ങനെയാണ് പറയാൻ പറ്റുമോ? എൽ ഹോപ്പിറ്റൽ വെച്ചിട്ട് ചെയ്യാം. I tends to infinity. എൽ ഹോപ്പിറ്റൽ റൂൾ തന്നെ ഉപയോഗിക്കേണ്ടി വരും. എൽ ഹോപ്പിറ്റൽ റൂൾ വെച്ചിട്ട് I tends to infinity വരുമ്പോ i/2⁻i എന്തായിട്ട് മാറും? എൽ ഹോപ്പിറ്റൽ റൂൾ പ്രകാരം ലിമിറ്റ് x tends to infinity
എക്സ് ബൈ 2x. എൽ ഹോസ്പിറ്റൽ റൂൾ പ്രകാരം ദിസ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഇത് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം ആണ്. ഒരു പ്രാവശ്യം ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1 ബൈ 2x ന്റെ ഡെറിവേറ്റീവ് എന്താ? a raised to x ന്റെ ഡെറിവേറ്റീവ് a raised to x into log a ആണ്. അപ്പൊ 2 raised to x into log 2 എന്ന് വരും. ഇവിടെ x ന് ഇൻഫിനിറ്റി കൊടുത്താൽ 1 by ഇൻഫിനിറ്റി 0 എന്നുള്ള ആൻസർ കിട്ടും. അങ്ങനെ ഇത് എന്തായിട്ട് എടുക്കേണ്ടി വരും? ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് പറയണ്ട. ദിസ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0 ഈക്വൽ ടു 1 എന്ന് എഴുതേണ്ടി വരും. ഈ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഇതാണ്, ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങളാണ് നമ്മൾ പ്രോബ്ലം ചെയ്ത് വരുമ്പോൾ വരാൻ പോകുന്നത്. കാരണം ഇവിടെ നമ്മൾ ഇതിങ്ങനെ എഴുതാനുള്ള റീസൺ ആണ് ബിക്കോസ് ബൈ എൽ ഹോസ്പിറ്റൽസ് റൂൾ ലിമിറ്റ് I tends to infinity I divided by 2 raised to I equal to 0. അത് കിട്ടിയേക്കുന്നതാണ് ഈ സ്റ്റെപ്പ്. ഞാൻ ഐക്ക് പകരം എക്സ് വെച്ച് ഞാൻ ചെയ്തേക്കുന്നതാണ്. ഓക്കെ, സോ 1 എന്ന് വന്നു. എഫക്റ്റീവ്ലി AI ബൈ BI നമ്മൾ ചെയ്തപ്പോ 1 എന്നുള്ള ആൻസർ വന്നു. അപ്പൊ ഇത് സിഗ്മ BI നമ്മൾ ചൂസ് ചെയ്തിരുന്നത് ഹിയർ സിഗ്മ BI എത്തുന്നത് സിഗ്മ 1 ബൈ 2 raised to I എന്നുള്ളത് എ ജോമെട്രിക് സീരീസ് ആണ്. ജോമെട്രിക് സീരീസ് വിത്ത് R ഈക്വൽ ടു 1 by 2 ആണ്. സോ സിഗ്മ BI കൺവേർജിങ് ആണ്. അതുകൊണ്ട് കൺവേർജിങ് ആയതുകൊണ്ട് ഈ AI ബൈ BIയുടെ വാല്യൂ 1 എന്നുള്ളതിനെ നമ്മൾ ലെസ് ദാൻ ഇൻഫിനിറ്റി എന്നുള്ള കേസ് എടുക്കും. അപ്പൊ ഇത് സിഗ്മ BI കൺവേർജിങ് ആണ്. AI ബൈ BIയുടെ ലിമിറ്റ് നമ്മൾ കൺസിഡർ ചെയ്തത് ഫൈനൈറ്റ് ആയിട്ടുള്ള നമ്പർ കിട്ടിയിരിക്കുന്നത് കൊണ്ട് ദസ് ബൈ റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ് എന്ത് പറയാൻ പറ്റും? സിഗ്മ AI ഈസ് ഓൾസോ converges. ഇതാണ് ആ ക്വസ്റ്റ്യന്റെ ആൻസർ. പ്രശ്നമാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഒന്നുകൂടെ പറയോ സർ? ഏത് ഭാഗം പറയണ്ടേ? എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ. അതായത് നമുക്ക് ഇപ്പൊ ഓക്കെ, അങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ. ഞാൻ ഇങ്ങനെ ഒന്നുകൂടെ ഞാൻ പറയാം. നമ്മളുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു എന്ന് വിചാരിക്കാം. ഞാൻ ആ പറഞ്ഞ ക്വസ്റ്റ്യന് പകരം സിഗ്മ 1 ബൈ 2 raised to I മൈനസ് 1 എന്നായിരുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, ഇതായിരുന്നുവെങ്കിൽ ഈ 1 by 2 raised to I എന്നൊക്കെ കിടക്കുന്നതുകൊണ്ട് നമ്മൾ BI എന്ന് പറയുന്നത് 1 by 2 raised to I എടുത്തിട്ട് നമ്മൾ ശ്രമിച്ചു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ AI എന്ന് പറയുന്നത് ഇതാണ് AI. സോ AI ബൈ BI നമ്മൾ ചെയ്യുമ്പോ 1 by 2 raised to I minus 1 divided by 1 by 2 raised to I. ഇത് ചെയ്യാനായിട്ട് 1 by 2 raised to I minus 1 into 2 raised to I by 1 എന്ന് എഴുതി. അപ്പോ this is equal to 2 raised to I divided by 2 raised to I minus 1 എന്ന് തോന്നുന്നു. -1 ആയാലും +1 ആയാലും ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ. ഐക്ക് പകരം 1 അല്ലെങ്കിൽ -1 അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് ചെയ്തു പോകാൻ ഡയറക്റ്റ് പ്രശ്നം ഇല്ലാണ്ട് പോകാൻ പറ്റുമെന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞത്. ദിസ് ഇംപ്ലൈസ് ലിമിറ്റ് I tends to infinity AI by BI നമ്മൾ ചെയ്യുമ്പോൾ ലിമിറ്റ് I tends to infinity. ഇത് ചെയ്യാനായിട്ട് 2 raised to I നെ ഔട്ട്സൈഡ് എടുത്താൽ മതി. 2 raised to I into 1 minus 1 by 2 raised to I. ഓക്കെ, 2 raised to I ക്യാൻസൽ ആയി പോയി. ഐയുടെ വാല്യൂ ഇൻഫിനിറ്റി വരുമ്പോ
2⁻i ഇൻഫിനിറ്റിയിലേക്ക് പോകും. അപ്പൊ 1/∞ എന്നുള്ള രീതിയിൽ വരും. സോ ഇത് നമ്മൾ കൊടുക്കുമ്പോൾ 1/1 - 0 എന്ന് വരും, ഈക്വൽ ടു 1 വരും. ഇത് കുഴപ്പമില്ല. അതേസമയം അപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി സിഗ്മ ബി ഐ എന്ന് പറയുന്നത് ജോമെട്രിക് സീരീസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കൺക്ലൂഷൻ തന്നെ. സിഗ്മ ബി ഐ എന്ന് പറയുന്നത് സിഗ്മ 1/2⁻i ആണ്. ഈസ് എ ജോമെട്രിക് സീരീസ് വിത്ത് r ഈക്വൽ ടു 1/2. സോ കൺവേർജസ്. ഇപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയേക്കുന്ന ai/bi എന്ന് പറയുന്നത് 1 ആണ്. ഫൈനൈറ്റ് ആയിട്ടുള്ള നമ്പർ ആയതുകൊണ്ട് നമുക്ക് സിഗ്മ ai യും കൺവേർജസ് എന്ന് പറയാനായിട്ട് പറ്റും. ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. അതേസമയം നമ്മളുടെ പ്രോബ്ലം സിഗ്മ 1/2⁻i മൈനസ് io അല്ലെങ്കിൽ പ്ലസ് io അല്ലെങ്കിൽ പ്ലസ് 2io ഇങ്ങനെ എന്തെങ്കിലും വന്നു എന്ന് വയ്ക്കാം. ഇങ്ങനെ വന്നു കഴിഞ്ഞാലും നമ്മൾ ഇതേപോലെ തന്നെയാണ് പോകുന്നത്. ബി ഐ എന്ന് പറയുന്നത് 1/2⁻i എന്ന് ചൂസ് ചെയ്തു. സോ ai ഇതാണ് ai വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ എഴുതിയേക്കുന്നത് ഒരു 2i എന്ന് എടുത്തേക്കുന്നത്. ഏതായാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ളതുകൊണ്ടാണ് ai/bi. അപ്പൊ എന്തായിരിക്കും വരിക? 1/2⁻i പ്ലസ് 2i ഡിവൈഡഡ് ബൈ 1/2⁻i എന്ന് വരും. ഇതിനെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് റെസിപ്രോക്കൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. സോ this is equal to 2⁻i divided by 2⁻i plus 2i എന്ന് വന്നു. ഇവിടെ നമുക്ക് ലിമിറ്റ് എഴുതണം. ലിമിറ്റ് i tends to infinity 2⁻i divided by 2⁻i plus 2i എന്ന് വരും. ഏത്? ലിമിറ്റ് i tends to infinity ai/bi കണ്ടുപിടിക്കേണ്ട വരുമ്പോഴത്തെ കേസാണ് പറഞ്ഞത്. സോ ദിസ് ഈസ് ഈക്വൽ ടു ചെയ്യാനായിട്ട് ലിമിറ്റ് i tends to infinity 2⁻i നെ ഔട്ട്സൈഡ് എടുക്കുകയാണ് ചെയ്യേണ്ടത്. 2⁻i ഡിവൈഡഡ് ബൈ 2⁻i into 1 plus 2i divided by 2⁻i. ഓക്കെ, സോ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇത് ക്യാൻസൽ ആയി. ബട്ട് എന്താ പ്രശ്നം വരുന്നത്? ദിസ് ഈസ് ഈക്വൽ ടു അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് ലിമിറ്റ് i tends to infinity 1/1 plus 2i divided by 2⁻i. ഇത് ഈ ഒരു ടേമിന്റെ ലിമിറ്റ് ഇനി നമുക്ക് വേണം. ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? എൽ ഹോപ്പിറ്റൽസ് റൂൾ ഉപയോഗിച്ച് now by എൽ ഹോപ്പിറ്റൽസ് റൂൾ നമുക്ക് ഐക്ക് പകരം എക്സ് ഉപയോഗിച്ച് പറയാം. കാരണം ഡെറിവേറ്റീവ് എടുക്കാനായിട്ടുള്ളതായതുകൊണ്ട് ഒരു സൗകര്യത്തിന് വേണ്ടി ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 2x divided by 2⁻x. ഇതല്ലേ നമുക്ക് ഈ ഐക്ക് പകരം എക്സ് കൺസിഡർ ചെയ്ത ഈ ഒരു ടേമിന്റെ ലിമിറ്റ് നമുക്കറിയാം. ഇത് ഈ ലിമിറ്റ് കിട്ടിയാൽ മതി, ബാക്കിയൊക്കെ നമുക്ക് അവിടെ സെറ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഇങ്ങനെ എടുത്തു. അപ്പൊ എക്സിന്റെ വാല്യൂ ഇൻഫിനിറ്റി കൊടുത്താൽ ദിസ് ഇസ് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം ആണ്. എൽ ഹോപ്പിറ്റൽസ് റൂളിൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം വന്നാൽ ഒരു പ്രാവശ്യം ഇതിന്റെ ഡെറിവേറ്റീവ് എടുത്തോളാനാണ് പറയുക. സോ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 2/2x ന്റെ ഡെറിവേറ്റീവ് 2⁻x ന്റെ ഡെറിവേറ്റീവ് d by dx of a⁻x equal to a⁻x into log a ആണ്. സോ അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2⁻x into log 2 എന്ന് എഴുതാം. ഇവിടെ എക്സിന് ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക? 2 divided by ഇൻഫിനിറ്റി ഫോമിൽ വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു 0 വരും. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 2x എന്ന് പറയുന്ന ലിമിറ്റ് 0 ആണ്. അപ്പോ അത് ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈക്വൽ ടു 1/1 plus 0 ഈക്വൽ ടു 1. ഇപ്പൊ മനസ്സിലായോ എന്താ ചെയ്തതെന്ന്? മനസ്സിലായി സാർ. ഓക്കെ, സോ ഏത് എവിടെ ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. പിന്നെ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ടെക്സ്റ്റിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഈ ഓർഡർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ ഈ കമ്പാരിസൺ ടെസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പി സീരീസിന്റെ ഒക്കെ ടെസ്റ്റ് പറയുന്നതാണ് നല്ലത്.
കാരണം പി സീരീസ് വെച്ചിട്ട് നമുക്ക് കുറേ സീരീസിന്റെ എന്താ പറയാ കൺവേർജൻസ് പറയാനായിട്ട് പറ്റും. അപ്പൊ പി സീരീസ് ഒക്കെ നമുക്ക് അറിയാവുന്ന വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പം ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ നമുക്ക് എന്തായാലും നമ്മൾ എക്സാമിലേക്ക് വേണ്ടി വരുമ്പോൾ അതെല്ലാം പറഞ്ഞതിന് ശേഷമാണ്. അപ്പൊ ഞാൻ കമ്പാരിസൺ ടെസ്റ്റ് അവിടെ നിർത്തുന്നു. ഇനി എന്താ ഓൾട്ടർനേറ്റിംഗ് സീരീസ് എന്ന് വെച്ചാൽ എന്താണ് അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന സാധനം? ഓൾട്ടർനേറ്റിംഗ് സീരീസ്. എന്താ ഓൾട്ടർനേറ്റിംഗ് സീരീസ് എന്ന് വെച്ചാൽ? A1 minus A2 plus A3 minus A4 plus A5 മൈനസ് എക്സെട്ര. അതായത് ഒരു പോസിറ്റീവ് ടൈം പിന്നെ നെഗറ്റീവ് ടൈം പോസിറ്റീവ് ടൈം, അങ്ങനെ ഇത് ഓൾട്ടർനേറ്റ് ആയിട്ട് പോസിറ്റീവ് നെഗറ്റീവ് ടൈംസ് വരുന്ന സീരീസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഓൾട്ടർനേറ്റിംഗ് സീരീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ ഓൾട്ടർനേറ്റിംഗ് സീരീസ് കൺവേർജിങ് ആവാനായിട്ട് ഓൾട്ടർനേറ്റ് സീരീസ് ടെസ്റ്റ് ഉണ്ട്. അതെന്താണ്? alternating series test. ഓർമ്മയുണ്ടോ? ഇതിന്റെ ടേമുകൾ, അതായത് നമ്മളിപ്പോ ഒരു സീരീസ് തരികയാണെങ്കിൽ ആ സീരീസിലെ ടേമുകൾ A1 A2 A3 ഇതാണ് പറഞ്ഞത്. അതിന്റെ അബ്സല്യൂട്ട് വാല്യൂകൾ കൺസിഡർ ചെയ്താൽ ഇത് ഏറ്റവും വലുത് ഇങ്ങനെ വരണം. മോഡുലസ് A1 is greater than or equal to modulus A2 is greater than or equal to, okay, strictly greater than ആണോ? അല്ല, greater than or equal to etc. ഇങ്ങനെ വരണം. കൂടാതെ ലിമിറ്റ് I tends to infinity AI ഇത് 0യും വരണം. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഓൾട്ടർനേറ്റിംഗ് സീരീസ് അതിലെ ടേമുകളുടെ അബ്സല്യൂട്ട് വാല്യൂ എടുക്കുമ്പോൾ മുന്നോട്ടുള്ള ടേമുകൾ ചെറുതായി ചെറുതായി വരണം. ലിമിറ്റ് AI ഈക്വൽ ടു 0യും വരികയാണെങ്കിൽ then the alternating series converges. എന്താണ് ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റിൽ പറഞ്ഞേക്കുന്നത്? ഇത് ഞാൻ ഈ ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് പറഞ്ഞത് മനസ്സിലായോ? എപ്പോഴാണ് ഒരു സീരീസിനെ ഓൾട്ടർനേറ്റിംഗ് എന്ന് പറയുന്നത്? പോസിറ്റീവ് ടൈം നെഗറ്റീവ് ടൈം ഓൾട്ടർനേറ്റ് ആയിട്ട് വരും. ഒരു പോസിറ്റീവ് ടൈം ആണ്, അടുത്തത് നെഗറ്റീവ് ടൈം, പിന്നെ ഒരു പോസിറ്റീവ് ടൈം, അങ്ങനെ വരുന്ന സീരീസിനെയാണ് ഓൾട്ടർനേറ്റിംഗ് സീരീസ് എന്ന് പറയുന്നത്. ഓൾട്ടർനേറ്റിംഗ് സീരീസ് കൺവേർജിങ് ആവാനായിട്ടുള്ള കണ്ടീഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഡൈവേർജിങ്, ഇത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ ഡൈവേർജിങ് എന്ന് പറയില്ല. പക്ഷെ നമുക്ക് എവിടെയെങ്കിലും അങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ശരിക്കും അങ്ങനെ പറയാൻ പാടില്ല. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ കൺവേർജിങ് എന്ന് പറയാം. ഇത് സാറ്റിസ്ഫൈ ചെയ്തില്ല എന്ന് വെച്ച് ഡൈവേർജിങ് എന്ന് നമ്മൾ പറയാറില്ല. എപ്പോഴെങ്കിലും ക്വസ്റ്റ്യൻ തെറ്റായി, ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കൺക്ലൂഷൻ വരേണ്ട രീതിയിലുള്ള പ്രോബ്ലം ചോദിച്ചാൽ തെറ്റാണ്. അങ്ങനെ നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഈ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ എടുത്തു, സെക്കൻഡ് ടേമിന്റെ അബ്സല്യൂട്ട് വാല്യൂ എടുത്തു, തേർഡ് ടേമിന്റെ അബ്സല്യൂട്ട് വാല്യൂ എടുത്തു. ഇങ്ങനെ നമ്മൾ അബ്സല്യൂട്ട് വാല്യൂസ് കൺസിഡർ ചെയ്താൽ ഈ ഒരു ഇനീക്വാലിറ്റി ഫോളോ ചെയ്യണം. പിന്നെ ith ടേം കൺസിഡർ ചെയ്തിട്ട് അതിന്റെ ലിമിറ്റ് എടുക്കുക, അത് 0യും വരികയാണെങ്കിൽ ഈ ഓൾട്ടർനേറ്റിംഗ് സീരീസ് കൺവേർജിങ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഓൾട്ടർനേറ്റിംഗ് സീരീസ് ഓൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസ് ആണ്. അതേതാണ്? ഓൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസ് ഏതത്? 1 minus 1/2 plus 1/3 minus 1/4 plus etc. ഇത് കൺവേർജിങ് ആണോ? ഇത് കൺവേർജിങ് ആണോ? ഓൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസ് കൺവേർജിങ് ആണോ? എന്താണ്? കൺവേർജിങ് അല്ലേ? കൺവേർജിങ് അല്ലേ? കൺവേർജിങ് ആണ്. ഇത് വളരെ എന്താ കണ്ടീഷണൽ കൺവേർജൻസിനുള്ള ഒരു എക്സാമ്പിൾ ആണ്. കണ്ടീഷണൽ കൺവേർജൻ എന്താന്നുള്ളത് ഇത് പറഞ്ഞു കഴിയുമ്പോൾ പറയാം. ഇത് കൺവേർജിങ്ങിന് എങ്ങനെ പ്രൂവ് ചെയ്യണ്ടേ? ക്ലിയർലി
ഇവിടുത്തെ ടേമുകൾ നോക്കിയേ, A1 A2 A3 A4 ഇങ്ങനെയല്ലേ വന്നേക്കുന്നേ. ആ ടേമുകൾ എങ്ങനെയാന്ന് നോക്കിയേ, മോഡുലസ് 1 എന്ന് പറയുന്ന ഏറ്റവും ആദ്യത്തെ ടേം അത് ഗ്രേറ്റർ ദാൻ 1/2 ആണ്. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1/3, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1/4 ഇങ്ങനെയല്ലേ വന്നേക്കുന്നത് നോക്കിയോ. പോസിറ്റീവ് ടേമുകൾ മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടല്ലോ. ടേമുകൾ ഇങ്ങനെയാണ് വരേണ്ടത്. അതായത് ഞാൻ നേരത്തെ ഇവിടെ പറയുമ്പോൾ മോഡുലസ് എടുക്കുന്നത്, ഞാൻ മോഡുലസ് എടുത്തിട്ടുള്ള വാല്യൂസ് എവിടെ എഴുതിയേക്കുന്നത്, ഫസ്റ്റ് ടേം അതായത് പോസിറ്റീവ് വാല്യൂ, ഫസ്റ്റ് ടേമിന്റെ അബ്സല്യൂട്ട് വാല്യൂ അത് സെക്കൻഡ് ടേമിനെക്കാട്ടിലും ഗ്രേറ്റർ ഓർ ഈക്വൽ ആയിരിക്കണം. ആ ഒരു കണ്ടീഷൻ ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ AI എന്താ, നമ്മുടെ ഈ പ്രോബ്ലത്തിന്റെ അകത്ത് AI ഏതാ, ഇത് ദിസ് ഈസ് ഓഫ് ദ ഫോം സിഗ്മ -1 raised to I by I, -1 raised to I+1 എന്നുള്ള രീതി വേണമെങ്കിൽ പറയാം, ബൈ I. ഈ ഫോമിലാണ് വന്നേക്കുന്നത്. അപ്പോ ഇവിടെ AI എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ഓഫ് ദ ഫോം സിഗ്മ I from 1 to infinity -1 raised to I+1 into AI എന്നുള്ള രീതിയിലാണ് നമ്മൾ എപ്പോഴും ഓൾട്ടർനേറ്റിംഗ് സീരീസിനെ എഴുതുന്നത്. ഇൻറ്റു AI എന്ന് പറഞ്ഞാൽ ഈ നെഗറ്റീവ് ഒഴിവാക്കിയിട്ടുള്ള ഇത് പറഞ്ഞാൽ മതി AI ആയിട്ട്. അപ്പൊ ഇവിടെ AI എന്ന് പറയുന്നത് 1/I ആണ്. അതായത് ഈ പോസിറ്റീവ് നെഗറ്റീവ് വരുന്നതിന്റെ ഓൾട്ടർനേറ്റിംഗ് സീരീസിന്റെ ഈ പോസിറ്റീവ് നെഗറ്റീവ് തീരുമാനിക്കാനായിട്ട് -1 raised to ഇങ്ങനെ നമ്മൾ എഴുതും. ആ ഇത് പറയേണ്ട AI പറയുമ്പോൾ ഈ 1/I മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ AI ഇതാണ് എങ്കിൽ ലിമിറ്റ് AI എന്തായിരിക്കും, ലിമിറ്റ് I tends to infinity AI എന്ത് വരും, എന്താ, 0 ആണ്. അപ്പൊ ഈ രണ്ട് കണ്ടീഷനും, അപ്പൊ നമ്മള് 3 കണ്ടീഷനാണ് വേണ്ടത്. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് 1 -1/2 + 1/3 -1/4 പ്ലസ് എന്നുള്ളത് is an alternating series, സെക്കൻഡ് വൺ വരുന്നത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. തേർഡ് വൺ വരുന്നത് ലിമിറ്റ് AI 0 ആണ്. ദസ് ബൈ alternating series test the series എങ്ങനെയായിരിക്കും, ഇത് മനസ്സിലായോ? മനസ്സിലായി. ഇനി ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റില് നമ്മൾ അതിന്റെ കൂടെ സമ്മ് കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന എററിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു ഓൾട്ടർനേറ്റിംഗ് സീരീസിലെ ആദ്യത്തെ 10 ടേമുകളുടെ സം എടുത്തു കഴിഞ്ഞാൽ ആ സീരീസിന്റെ ടോട്ടൽ സമ്മിൽ നിന്നും വരാവുന്ന വ്യത്യാസം 11th ടേമിനെക്കാട്ടിലും കുറവായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു റിസൾട്ട് ഉണ്ട്. പഠിച്ചിട്ടുണ്ടോ? The error made in approximating the sum by SN എന്ന് പറയുമ്പോൾ ആദ്യത്തെ n ടൈംസിന്റെ സം എടുത്തു കഴിഞ്ഞാൽ is not greater than n+1. Error estimation of alternating series. Error estimation of alternating series. എന്താ പറഞ്ഞേക്കുന്നേ? ഞാൻ അതിവിടെ പറഞ്ഞു, സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. എന്താണ്? If sigma -1 raised to -1 raised to I+1 AI is an alternating series, then the error made in approximating Sn equal to sigma I from 1 to n -1 raised to I+1 into AI. അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന സീരീസ് ഉള്ള രീതിയിൽ ഓർത്താൽ മതി. ഈസ് നോട്ട്
greater than മോഡുലസ് എ എൻ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്നത് ഒരു ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണെങ്കിൽ അതിന്റെ 15 ടേമുകളുടെ ആദ്യത്തെ 15 ടേമുകളുടെ സം നമ്മൾ കണ്ടുപിടിച്ചാൽ ആ സീരീസിന്റെ എക്സാക്ട് സമ്മിൽ നിന്ന് എക്സാക്ട് സമ്മുമായിട്ട് നമ്മളിപ്പോ കണ്ടുപിടിച്ച സമ്മിനുണ്ടാകാവുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് 16th ടേമിന്റെ അബ്സല്യൂട്ട് വാല്യൂവിനെക്കാട്ടിലും ലെസ് ആയിരിക്കും. ഇസ് നോട്ട് ഗ്രേറ്റർ ദാൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇസ് നോട്ട് ഗ്രേറ്റർ ദാൻ മീൻസ് ഒരുപക്ഷെ 16th ടേമിന്റെ അത്രയും വരാം, അല്ലെങ്കിൽ അതിന്റെ വാല്യൂവിനെക്കാട്ടിലും ലെസ് ആയിരിക്കും. ഈ എറർ എസ്റ്റിമേഷൻ പറഞ്ഞത് ക്ലിയർ ആണോ? ഇതിങ്ങനെ നിങ്ങളുടെ ടെക്സ്റ്റിന്റെ അകത്ത് പറയുമ്പോൾ ഇതിങ്ങനെ വലിയ വിശാലമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ഇങ്ങനെ പറഞ്ഞാലും മതി. ഇഫ് സിഗ്മ I from 1 to infinity ai is an alternating series, then the error made in approximating Sn equal to, അതായത് നിങ്ങളുടെ ടെക്സ്റ്റിന്റെ അകത്ത് പറയുമ്പോഴേ അതിനെ -1 എന്നുള്ള രീതിയിലൊന്നും പറയുന്നില്ല, ഡയറക്റ്റ് അങ്ങ് പറഞ്ഞേക്കാണ്. ഇസ് നോട്ട് ഗ്രേറ്റർ ദാൻ, അതായത് നമുക്ക് തന്നേക്കുന്ന ഒരു ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണെങ്കിൽ, പറഞ്ഞ റിസൾട്ട് ക്ലിയർ ആണോ? ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണെങ്കിൽ നമ്മൾ അതിന്റെ സമ്മ് കണ്ടുപിടിക്കുമ്പോൾ ആ സമ്മില് എക്സാക്ട് സമ്മുമായിട്ടുണ്ടാകാവുന്ന എറർ എന്ന് പറയുന്നത് നെക്സ്റ്റ് ടേമിന്റെ അബ്സല്യൂട്ട് വാല്യൂവിനെക്കാട്ടിലും ലെസ് ഓർ ഈക്വൽ ആയിരിക്കും. അബ്സല്യൂട്ട് വാല്യൂവിനോട് ഈക്വലോ അല്ലെങ്കിൽ അതിൽ ലെസ്സോ ആയിരിക്കും. ഇപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുകയാണെന്ന് വിചാരിക്കുക. ഫൈൻഡ് ദ സം. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റിന്റെ അകത്തുണ്ട്. ഷോ ദാറ്റ് ദി ഓൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസ് കൺവേർജസ്. അത് നമ്മൾ ഓൾറെഡി ചെയ്തു. ഓൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസ് കൺവേർജിംഗ് നമ്മൾ ചെയ്തു. ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് സം വിത്ത് ആൻ എറർ ഓഫ് നോ മോർ ദാൻ 0.04. എറർ 0.04നെക്കാട്ടിലും ലെസ് ആവുന്ന രീതിയിൽ സമ്മ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താ ചെയ്യണ്ടേ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ക്വസ്റ്റ്യൻ ഇവിടെ എഴുതണം ഞാൻ. ഷോ ദാറ്റ് 1 minus 1/2 plus 1/3 minus 1/4 plus etc. converges. Also find its sum. Its sum with an error no more than 0.04. എങ്ങനെ ചെയ്യണ്ടേ? അതായത് ഈ സീരീസിന്റെ സമ്മ് ഇതാണെന്ന് ഞാൻ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, സമ്മ് 1 minus 1/2 plus 1/3 minus 1/4 plus 1/5 ആണെങ്കിൽ ഇതിൽ വരാവുന്ന എറർ മാക്സിമം എറർ എത്രയായിരിക്കും? മാക്സിമം എറർ എത്രയായിരിക്കും? ഇതാണ് സമ്മ് ഞാൻ എഴുതുന്നെങ്കിൽ ഇതിൽ വരാവുന്ന മാക്സിമം എറർ എത്രയായിരിക്കും? സർ 1/6. പറയൂ. 1/6 ആയിരിക്കും. അപ്പോ നമുക്കിപ്പോ ഈ പറഞ്ഞേക്കുന്ന പ്രകാരം മാക്സിമം എറർ 0.04 എന്ന് തന്നിട്ടുണ്ട്, ശരിയല്ലേ? അപ്പൊ മാക്സിമം എറർ എന്ന് പറയുന്നത് 0.04 ആണെങ്കിൽ ഇംപ്ലൈസ് 1/n വാല്യൂ ആണ് എത്ര? 1/n അല്ല, 1/n+1. നമ്മൾ n ടൈംസിന്റെ സമ്മാണ് എടുക്കുന്നതെങ്കിൽ n+1 ടൈം ആണ് എന്ത് വന്നിരിക്കുന്നത്? 0.04. സംശയമുണ്ടോ? ഇല്ല സർ, ക്ലിയർ. ഇല്ല സർ.
ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ എന്നിന്റെ വാല്യൂ എന്ത് ചെയ്യണം? ദിസ് ഇംപ്ലൈസ് n+1 ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ഈക്വൽ ടു എത്ര? 1. എന്ന് പറയുമ്പോ 25 വരില്ലേ? ഇംപ്ലൈസ് n ഈക്വൽ ടു എത്രയായിരിക്കും എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആദ്യത്തെ 24 ടേമുകളുടെ സമ്മ് നമ്മൾ കണ്ടുപിടിച്ചാൽ ഈ സീരീസിന്റെ സമ്മിന്റെ അകത്ത് എത്ര എററേ വരുള്ളൂ? 0.04 ആയിരിക്കും വരിക. സോ ദ റിക്വയർഡ് സം അപ്പൊ നമുക്ക് എന്താ എഴുതാൻ പറ്റും? ദിസ് ഇംപ്ലൈസ് ദ റിക്വയർഡ് സം ഈക്വൽ ടു 1 മൈനസ് 1/2 പ്ലസ് 1/3 മൈനസ് എക്സെട്ര പോയിട്ട് എവിടം വരെ വരും? -1/24. ഈ സമ്മ് കണ്ടുപിടിച്ചാൽ, അല്ലെങ്കിൽ ഈ സമ്മാണ് നമുക്ക് വേണ്ടത്. ഇത് കണ്ടുപിടിക്കാൻ നിൽക്കൊന്നും വേണ്ട, ടെക്സ്റ്റിന്റെ അത് കണ്ടുപിടിച്ച് അപ്രോക്സിമേറ്റ് വാല്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട്, അതൊന്നും വേണ്ട, നമ്മൾ ഇങ്ങനെ എഴുതി വെച്ചാൽ മാത്രം മതി. ഇത് മനസ്സിലായോ ഞാൻ പറഞ്ഞത്? മനസ്സിലായി. ഇത് ഓർത്തോളുക, ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റിയത്. അല്ലാണ്ട് ഏത് ഓൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കാൻ പറ്റിയത്. ഏത് ഓൾട്ടർനേറ്റിംഗ് സീരീസിന്റെയും 1/n+1 അല്ല മാക്സിമം എറർ. ഏതാ പറയണേ? an+1 അബ്സല്യൂട്ട് വാല്യൂ ആണ്. അത് ക്ലിയർ ആണല്ലോ അല്ലെ? ഇവിടെ an+1 എന്ന് പറയുന്നത് 1/n+1 ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനോട് തുടർച്ചയായിട്ട് അബ്സല്യൂട്ട് കൺവേർജൻസും കണ്ടീഷണൽ കൺവേർജൻസും പറയുന്നുണ്ട്. അതെന്താ? absolute convergence and conditional convergence. സിഗ്മ an എന്ന് പറയുന്ന സീരീസ് കൺവേർജിങ് ആണ്. സിഗ്മ an എന്ന് പറയുന്ന സീരീസ് കൺവേർജിങ് ആണ്. ആൻഡ് സിഗ്മ മോഡുലസ് an നമ്മൾ, അതായത് ഓരോ ടൈമിന്റെയും മോഡുലസുകൾ കണ്ടുപിടിച്ചതിന് ശേഷം നോക്കിയപ്പോ ഡൈവേർജിങ് ആണെന്ന് വെക്കാം. നമ്മൾ എന്ത് പറയും? the series sigma an converges conditionally. അതേസമയം സിഗ്മ മോഡുലസ് an കൺവേർജിങ് ആണെങ്കിൽ നമ്മൾ പറയും the series sigma an converges absolutely. സിഗ്മ an കൺവേർജ് ചെയ്യുന്നുണ്ട്, ബട്ട് സിഗ്മ മോഡുലസ് an ഡൈവേർജ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഒരെണ്ണം കൺവേർജ് ചെയ്യുന്നു മറ്റേത് ഡൈവേർജ് ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സിഗ്മ an അത് സിഗ്മ an കൺവേർജ് ചെയ്യും, സിഗ്മ an ഡൈവേർജ് ചെയ്യുന്ന സിറ്റുവേഷൻ വരില്ല. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരില്ല. സിഗ്മ an ഡൈവേർജ് ആൻഡ് സിഗ്മ മോഡ് an കൺവേർജ്, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരില്ല. കാരണം സിഗ്മ an കൺവേർജിങ് ആണെങ്കിൽ അത് അബ്സല്യൂട്ട്ലി കൺവേർജിങ് എന്നാ പറഞ്ഞിരിക്കുന്നത്. സോ അബ്സല്യൂട്ട്ലി കൺവേർജിങ് ആണെന്നുണ്ടെങ്കിൽ മോഡുലസ് എടുത്തില്ലെങ്കിലും ആ സീരീസ് കൺവേർജിങ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരില്ല. സിഗ്മ an അബ്സല്യൂട്ട്ലി കൺവേർജിങ് എന്ന് പറയുന്നത് മോഡുലസ് എടുത്തിട്ടുള്ള സീരീസ് കൺവേർജിങ് ആണെങ്കിൽ അത്തരം സീരീസുകൾ അബ്സല്യൂട്ട്ലി കൺവേർജിങ് സീരീസ് ആണ്. അതേസമയം മോഡുലസ് എടുക്കാതെ കൺവേർജിങ് ചെയ്യുന്നു, മോഡുലസ് എടുത്തു കഴിയുമ്പോൾ ഡൈവേർജ് ചെയ്യുകയാണെങ്കിൽ അത്തരം സീരീസിനെ നമ്മൾ എന്തെന്ന് വിളിക്കും?
കണ്ടീഷണലി കൺവേർജിങ് സീരീസ് എന്ന് വിളിക്കും. ഡെഫിനേഷൻ എക്സാമിന് ചോദിക്കാവുന്നതാണ് വിത്ത് എക്സാമ്പിൾ. ഡെഫിനേഷൻ വിത്ത് എക്സാമ്പിൾ ചോദിക്കാവുന്നതാണ്. പറയാമോ ഒരു അബ്സല്യൂട്ട്ലി കൺവേർജിങ് ആയിട്ടുള്ള ഒരു സീരീസിന് എക്സാമ്പിൾ പറയാമോ? അബ്സല്യൂട്ട്ലി കൺവേർജിങ് ആയിട്ടുള്ള ഒരു സീരീസിന് എക്സാമ്പിൾ, കണ്ടീഷണലി കൺവേർജിങ് ആയിട്ടുള്ള എക്സാമ്പിൾ, രണ്ടും പറയാമോ? കണ്ടീഷണൽ കൺവേർജിങ്ങിന്റെ എക്സാമ്പിൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ഏതാ? വൺ ഹാർമോണിക് സീരീസ് 1/2 അബ്സല്യൂട്ട് വാല്യൂ സീരീസ് ഏതാ? ഇത് കൺവേർജിങ് ആണ്. കൺവേർജസ് ബൈ ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് അല്ലേ? സിഗ്മ മോഡ് എ എടുത്താൽ വരുന്ന എന്തായിരിക്കും? 1 + 1/2 + 1/3 + 1/4 പ്ലസ് എന്നുള്ള ഹാർമോണിക് സീരീസ് ആണ്. വിച്ച് ഇതെന്താ? ഇതിന്റെ ഒരു ഡൈവേർജിങ് ആയിട്ട് എന്താ പറയാ, ഓൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസ് ഈസ് എ the alternating harmonic series is conditionally convergent. Okay. Absolutely convergent ആയിട്ടുള്ള ഒരു സീരീസിന് എക്സാമ്പിൾ പറയാമോ? പറയാമോ? ഈ ഒരു എക്സാമ്പിൾ നോക്കിയേ. 1 - 1/2 + 1/4 - 1/8 പ്ലസ് എക്സെട്ര. ഇതെന്ത് സീരീസാ? ഇതെന്ത് സീരീസാ? ഇതൊരു ജോമെട്രിക് സീരീസ് അല്ലേ? ആണോ? ഇതിന്റെ മോഡുലസ് സിഗ്മ മോഡുലസ് AI എടുത്താ വരുന്ന സീരീസ് ഏതാ? 1 + 1/2 + 1/4 + 1/8 പ്ലസ് എക്സെട്ര എന്നുള്ള സീരീസ് ആണല്ലോ. ഈക്വൽ ടു 1 + 1/2 + 1/2 സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന് പറയുന്ന ഈ സീരീസ് അല്ലേ? ഇതെന്താണ്? ഇസ് ഓൾസോ എ ജോമെട്രിക് സീരീസ് വിത്ത് R ഈക്വൽ ടു എത്രയാ? R equal to 1/2. ജോമെട്രിക് സീരീസ് വിത്ത് R ഈക്വൽ ടു 1/2 ആണ്. ഇതെങ്ങനെയാ? ആറിന്റെ വാല്യൂ 1/2 ആണ്, കൺവേർജിങ് അല്ലേ? ഇംപ്ലൈസ് സിഗ്മ മോഡ് AI കൺവേർജിങ് ആണ്. സിഗ്മ മോഡ് AI കൺവേർജിങ്. സിഗ്മ മോഡ് AI കൺവേർജിങ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? സിഗ്മ AI ഈസ് അബ്സല്യൂട്ട്ലി കൺവേർജിങ്. ഈസ് ആൻ അബ്സല്യൂട്ട്ലി കൺവേർജിങ് സീരീസ്. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. അപ്പൊ ഞാന് എന്താ പറയാ, നമ്മളിപ്പോ ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ ഒരു പ്രശ്നം എന്നറിയാമോ? ഏത് ക്വസ്റ്റ്യൻ ഏത് മെത്തേഡിൽ ചെയ്യണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ 1-2 ക്വസ്റ്റ്യൻസ്, ഞാനിപ്പോ ഇന്ന് ഇത്രയും പോർഷൻസ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഞാൻ എക്സസൈസ് ചെയ്യുന്ന 1-2 ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ നോട്ട് ചെയ്യാൻ പോകണം. നിങ്ങൾ പറയണത് ഏത് മെത്തേഡിലേക്ക് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതെന്ന്. ഓക്കെ. ഈ ഒരു ക്വസ്റ്റ്യൻ, സിഗ്മ k/k + 1, k equal to 1 to infinity.
ഇതെങ്ങനെയാണ്? Sir, ഇത് This is ratio of the form comparison. sigma AK. ഒന്നും വേണ്ട. This is of the form sigma AK. അല്ലേ? What is limit AK? എന്ത് വരും? Limit K tends to infinity, K by K into 1 plus 1 by K. 1 വരില്ലേ? Sir, 1 വരും. അപ്പൊ ഇതെങ്ങനെയാ? ith ടേം ഏത് വശത്തെ ഡൈവേർജ് ചെയ്യും? Diverge ചെയ്യും. Okay. Find sum. സം കണ്ടുപിടിക്കാൻ പറയുന്ന ക്വസ്റ്റ്യൻ പിന്നെ നമുക്ക് സംശയിക്കേണ്ട കാര്യമില്ല. അതെന്ത് സീരീസ് ആയിരിക്കും? സിഗ്മ k equal to 0 to infinity 2 by 3 raised to k. ഇതെന്ത് സീരീസ് ആയിരിക്കും? സം കണ്ടുപിടിക്കാൻ പറഞ്ഞത് ജോമെട്രിക് സീരീസ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ നിലവിൽ നമുക്ക് പിന്നെ ഇതാണ് എങ്കിലോ, ഇപ്പൊ എല്ലാ മെത്തേഡും ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തേക്കുന്നൊക്കെ എല്ലാ മെത്തേഡും പറഞ്ഞതിന് ശേഷം ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു സീരീസിന്റെ എറർ ഫൈൻഡ് ദ സം with an error no more than 0.01. ഇങ്ങനെ പറഞ്ഞു വെച്ച് ഇതൊന്നും നമുക്ക് അതിപ്പോ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അത് വിത്ത് ആൻ എറർ k by 2 raised to k, സിഗ്മ k by 2 raised to k. ഇതെങ്ങനെയായിരിക്കും? നമ്മളിത് ഇങ്ങനെയുള്ളത് പറഞ്ഞിട്ടില്ലല്ലോ. ഓക്കെ, നമ്മള് ഈ ഓൾട്ടർനേറ്റിംഗ് സീരീസിന് മാത്രമല്ല കേട്ടോ നിങ്ങൾക്ക് എറർ പറഞ്ഞേക്കുന്നത്. എവിടെ ഞാൻ എറർ പറഞ്ഞേക്കുന്നത്? ഓൾട്ടർനേറ്റിംഗ് സീരീസിന് മാത്രമല്ല ഈ എററിന്റെ ഡെഫിനേഷൻ പറഞ്ഞേക്കുന്നതേ എറർ എസ്റ്റിമേഷൻ ഓഫ് സീരീസ് ആണ്. ഓൾട്ടർനേറ്റിംഗ് സീരീസിന് മാത്രമല്ല.